Hey guys, welcome back to Debug Media. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലെക്സ്ബോക്സ് ഫ്രോഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇത് നമ്മളുടെ HTML and CSS ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സിൽ ഒരു ടാസ്ക് ആയിട്ട് കൊടുത്ത ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സ്ബോക്സ് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫ്ലെക്സ്ബോക്സിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ട് സ്വന്തമായിട്ട് ഈ ചാലഞ്ച് ചെയ്യുക. അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഓരോ സിനാരിയോസ് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഞാൻ ഇതിൽ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു ഫ്ലെക്സ്ബോക്സ് ഫ്രോഗി, a game where you help Froggy and friends by writing CSS code. Guide this frog to the lily pad on the right by using the justify content property which aligns items horizontally and accepts the following values. അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഈ കാണുന്ന ഫ്രോഗിനെ നമ്മൾ ജസ്റ്റിഫൈ കോണ്ടന്റ് വെച്ചിട്ട് ഈ കാണുന്ന പോഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജസ്റ്റിഫൈ കോണ്ടന്റ് ഹൊറിസോണ്ടലി അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രോഗ് നിൽക്കുന്നതും ഈ പോഡ് നിൽക്കുന്നതും ഹൊറിസോണ്ടലി ആണ്. അപ്പോൾ ഹൊറിസോണ്ടലി നമുക്ക് റൈറ്റിലാക്കിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റിഫൈ കോണ്ടന്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റിഫൈ കോണ്ടന്റ് എന്ന് എഴുതാം. പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? അപ്പോൾ നമ്മൾ പല വാല്യൂസ് പഠിച്ചിട്ടുണ്ട്, സ്പേസ് ബിറ്റ്വീൻ, സ്പേസ് അറൗണ്ട്, സെൻറ്റർ, ഫ്ലെക്സ് സ്റ്റാർട്ട്, ഫ്ലെക്സ് എൻഡ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാൻ നമ്മൾ ഫ്ലെക്സ് സ്റ്റാർട്ട് ഉപയോഗിക്കും. അപ്പോൾ എൻഡിങ്ങിൽ കൊണ്ടുവരാനോ നമ്മളിവിടെ ഫ്ലെക്സ് എൻഡ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഫ്രോഗ് അവിടെ പോയിട്ടുണ്ട്, നമുക്ക് നെക്സ്റ്റ് അമർത്താം. അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് യൂസ് ജസ്റ്റിഫൈ കോണ്ടന്റ് അഗെയിൻ ടു ഹെൽപ്പ് ദീസ് ഫ്രോഗ്സ് ഗെറ്റ് ടു ദെയർ ലിലി പാഡ്. റിമെമ്പർ ദാറ്റ് ദിസ് CSS പ്രോപ്പർട്ടി അലൈൻസ് ഐറ്റംസ് ഹൊറിസോണ്ടലി ആൻഡ് അക്സെപ്റ്റ്സ് ദ ഫോളോയിങ് വാല്യൂസ്. അപ്പോൾ നമുക്കിവിടെ 2 ഫ്രോഗ് ഉണ്ട്, 2 പോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റിഫൈ കോണ്ടന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിനെ അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിമ്പിളാണ്, കാരണം നമുക്ക് സ്റ്റാർട്ടിൽ കൊണ്ടുവരാൻ ഫ്ലെക്സ് സ്റ്റാർട്ട് ഉപയോഗിക്കും, എൻഡിൽ കൊണ്ടുവരാൻ ഫ്ലെക്സ് എൻഡ് ഉപയോഗിക്കും. ഇതിപ്പോൾ രണ്ടുള്ളത് സെൻറ്ററിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ സെൻറ്റർ പ്രോപ്പർട്ടി യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഫ്ലെക്സ് കോണ്ടന്റ് കോപ്പി ചെയ്യുന്നു, അതിനുശേഷം ഈ സെൻറ്ററും കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും സെൻറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെവൽ 2 പാസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലെവൽ 3 ഹെൽപ്പ് ഓൾ 3 frogs find their lily pad just by using justify content. This time the lily pads have lots of space all around them. അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ജസ്റ്റിഫൈ കോണ്ടന്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 3 ഐറ്റം ഉണ്ട്. 3 ഐറ്റം വേണ്ടത് ഈ കാണുന്ന 3 പോഡിൻ്റെ ഉള്ളിലേക്കാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഹിൻ്റ് ഒന്നും തരുന്നില്ല അവർ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഇവിടെ സ്പേസ് വരേണ്ടത് നടുവിൽ. അപ്പോൾ നമ്മൾ സ്പേസ് വരേണ്ടത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, സ്പേസ് അറൗണ്ട്, സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റിഫൈ കോണ്ടന്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ ഫ്രോഗ് ഓൾറെഡി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ബിറ്റ്വീൻ അല്ല, പിന്നെ ഇതിൻ്റെ സ്പേസ് ഈവൻലി അല്ല അലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സ്പേസ് അറൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ഫിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലെവൽ 3 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയും സെയിം കേസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഫ്രോഗ് ഇവിടുന്ന് തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കറിയാം ഇത് സ്പേസ് ബിറ്റ്വീൻ ആണെന്ന്. കാരണം ഇവിടെ ഈ 2 എണ്ണത്തിൻ്റെ ബിറ്റ്വീനിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ സ്പേസ് ബിറ്റ്വീൻ എന്ന് കൊടുക്കുക. കാരണം ഈ ഫസ്റ്റ് ഐറ്റം തുടങ്ങിയത് തന്നെ ഇവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഓൾറെഡി ഈ എഡ്ജിലാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് സ്പേസ് ബിറ്റ്വീൻ ആവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലെവൽ 5ലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നൗ യൂസ് അലൈൻ ഐറ്റംസ്. അലൈൻ ഐറ്റംസ് വെച്ചിട്ട് ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ ഫ്രോഗ്സിനെ താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അലൈൻ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ വെർട്ടിക്കലി ആണ് അതിനെ പൊസിഷൻ ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റിഫൈ വെച്ചിട്ട് ഹൊറിസോണ്ടലി ആണ്, അലൈൻ ഐറ്റംസ് വെച്ചിട്ട് വെർട്ടിക്കലി ആണ്. അപ്പോൾ വെർട്ടിക്കലി നമുക്കിതിനെ അലൈൻ ചെയ്യാൻ നമ്മൾ അലൈൻ ഐറ്റംസ് ഉപയോഗിക്കും. ജസ്റ്റിഫൈൻ്റെ കേസിൽ ഈ സൈഡാണ് സ്റ്റാർട്ട്, ഈ സൈഡ് എൻഡ്. അലൈൻ ഐറ്റത്തിൻ്റെ കേസിലോ ഈ സൈഡാണ് സ്റ്റാർട്ട്, ഈ സൈഡാണ് എൻഡ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഫ്ലെക്സ് എൻഡ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് താഴോട്ട് പോയിക്കോളും. അങ്ങനെ ലെവൽ 5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കേസിൽ നോക്കണമെങ്കിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു സെൻറ്റർ എ ഡിവ്. അതായത് ഒരു ഡിവിനെ എങ്ങനെ നമ്മൾ സ്ക്രീനിൻ്റെ സെൻറ്റർ ആക്കും. ആ സെയിം സിനാരിയോണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്ന ഫ്രോഗിനെ എങ്ങനെ നമ്മൾ ഈ സെൻറ്ററിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ മുന്നേ നമുക്ക് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ പോവാം. അപ്പോൾ ഇവിടെ നമ്മളിൽ ആ ഫ്രോഗ് ഉണ്ട്. ആ ഫ്രോഗിനെ നമുക്ക് ബേസിക്കലി ഈ കാണുന്ന സെൻറ്ററിലുള്ള പോഡിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതുള്ളത് ഈ കാണുന്ന കണ്ടെയ്നറിലാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെൻറ്ററിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൊറിസോണ്ടലി നമുക്ക് അലൈൻ ചെയ്യാൻ നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് ഉപയോഗിക്കും. അതേപോലെ വേർട്ടിക്കലി നമ്മൾ അലൈൻ ചെയ്യാൻ അലൈൻ ഐറ്റംസ് ഉപയോഗിക്കും. അപ്പോൾ ആകെ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റിഫൈ കോണ്ടന്റ് വെച്ചിട്ട് ഇതിനെ സെൻറ്റർ ആക്കുക, അതിനുശേഷം അലൈൻ ഐറ്റംസ് വെച്ചിട്ട് അതിനെ പിന്നെയും സെൻറ്റർ ആക്കുക. അപ്പോൾ അത് വേർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും സെൻറ്റർ ആവും. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് ഈ ജസ്റ്റിഫൈ കോണ്ടന്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സെൻറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഫ്രോഗ് ഹൊറിസോണ്ടലി സെൻറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം അലൈൻ ഐറ്റംസ് എടുത്തിട്ട് പിന്നെയും സെൻറ്റർ ആക്കുക. അപ്പോൾ അത് വേർട്ടിക്കലിയും സെൻറ്റർ ആവും. അപ്പോൾ ഹൊറിസോണ്ടലിയും സെൻറ്ററായി, വേർട്ടിക്കലിയും സെൻറ്ററായി. അപ്പോൾ അങ്ങനെ നമ്മൾ ലെവൽ 6 കഴിഞ്ഞു. അപ്പോൾ ഇതും സെയിം സിനാരിയോ ആണ്. ആദ്യം നമ്മൾ അലൈൻ ഐറ്റംസ് കൊടുത്തിട്ട് അതിനെ താഴോട്ട് കൊണ്ടുവരും ഫ്ലെക്സിൻ്റെ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റിഫൈ കോണ്ടന്റ് എഴുതും, ഇവിടെ സ്പേസ് അറൗണ്ട് കൊടുക്കും. അങ്ങനെ ലെവൽ 7 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ
ഗ്രീൻ യെല്ലോ റെഡ് ആണ് നമ്മൾ ഫ്രോഗ്. പക്ഷെ ഇവിടെ പോഡ്സ് ഉള്ളത് ഏതാണ്? റെഡ് യെല്ലോ ഗ്രീൻ ആണ്. അപ്പോൾ റെഡാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലെക്സ് ഡയറക്ഷനിൽ നമുക്ക് റോ റിവേഴ്സ് കോളം റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് ഉണ്ടത്. അതായത് ഈ കാണുന്ന ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ റെഡ് ഫസ്റ്റിൽ നിന്ന് തുടങ്ങും, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ ആവും. അപ്പോൾ ആ സെയിം സാധനമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്ലെക്സ് ഡയറക്ഷൻ കൊടുക്കും, റോ റിവേഴ്സ് കൊടുക്കും. അപ്പോൾ അത് റിവേഴ്സ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇതും വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം ഫ്ലെക്സ് ബോക്സ് 1 ഡയമെൻഷനിലാണ്. നമ്മൾ ഓൾറെഡി അത് ഡ്രോയിങ് ബോർഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഒരു സമയത്ത് ഒന്നെങ്കിൽ റോ അല്ലെങ്കിൽ കോളമാണത് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതുള്ളത് കോളത്തിലേക്കാണ് നമുക്ക് ആക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ജസ്റ്റ് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് കൊടുക്കുക, ഇവിടെ കോളം എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഉള്ളത് കുറച്ച് ട്രിക്കിയാണ്. കാരണം ഇവിടെ നമ്മൾ റെഡ് ഫസ്റ്റേക്ക് വരണം. അത് നമുക്കറിയാം എന്ത് ചെയ്യേണ്ടത്. നമ്മളിവിടെ വന്നിട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്ക് ജസ്റ്റ് റോ റിവേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ റെഡ് ഫസ്റ്റിലേക്ക് വരും, കാരണം റിവേഴ്സ് ആവും. പക്ഷെ റിവേഴ്സ് ആവുമ്പോൾ ആ എലിമെൻറ്റിനെ മൊത്തമായിട്ടുണ്ട് റിവേഴ്സ് ചെയ്യാണ് ചെയ്യുക. അതായത് അപ്പുറത്തേക്ക് കണ്ട് ആക്കി കൊടുക്കും. ബാക്കിയുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിലേക്ക് മൊത്തമായിട്ടുണ്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആ റൊട്ടേഷൻ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റിഫൈ കോണ്ടന്റ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ കോണ്ടന്റ് ഇടും. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യുക? ഫ്ലെക്സ് സ്റ്റാർട്ടാണ് കൊടുക്കുക. പക്ഷേ ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ വർക്ക് ആവില്ല. കാരണം എന്താ? കാരണം ഇപ്പോൾ ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഈ സൈഡാണ് സ്റ്റാർട്ട്. കാരണം നമ്മൾ എന്ത് ചെയ്തു? റോനെ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തപ്പോൾ ആ മൊത്തം ലേ ഔട്ട് തന്നെ ഷിഫ്റ്റായി. ലേ ഔട്ടിനെ റിവേഴ്സ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ റിവേഴ്സായി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ സൈഡ് എൻഡ്, ഈ സൈഡാണ് സ്റ്റാർട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലെക്സിന് ഇവിടെ എൻഡ് കൊടുക്കും. ബേസിക്കലി മനസ്സിലാക്കണമെന്ന് വെച്ചാൽ റോ കൊടുക്കുമ്പോൾ നോർമലായിരിക്കും, റിവേഴ്സ് കൊടുക്കുമ്പോൾ ആ ലേ ഔട്ടിനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഡോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമ്മളുടെ നോർമൽ കണ്ടെയ്നർ. അവിടെ നമ്മളിപ്പോൾ ഈ ഡോട്ട് കൊടുത്ത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് പല പല കളർ കൊടുക്കുക. ഇവിടെ നമുക്ക് ആക്ച്വലി ഗ്രീൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ നോർമൽ ഡിവ് ഉണ്ട്. ഇവിടെ ഫ്രോഗിന് കണ്ട പോലത്തെ 3 ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കാണുന്ന പാരൻറ്റ് കണ്ടെയ്നറിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ കണ്ടെയ്നർ അതേപോലെ ഉണ്ട് ഓപ്പോസിറ്റ് കണ്ട് റൊട്ടേറ്റ് ചെയ്യും. അത് ബേസിക്കലി ഫ്ലിപ്പ് ചെയ്യും. അപ്പോൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? ഫസ്റ്റിലുണ്ടായിരുന്ന ഗ്രീൻ ഇപ്പോൾ ലാസ്റ്റിലായി, ലാസ്റ്റിലുണ്ടായിരുന്ന പിങ്ക് ഇപ്പോൾ ഫസ്റ്റിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ മുന്നേ ഉപയോഗിച്ചോ അതൊക്കെ ഇപ്പോൾ റിവേഴ്സായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫ്ലെക്സ് എൻഡ് ഉപയോഗിക്കേണ്ടി വന്നു. കാരണം നേരത്തെ ഫ്ലെക്സ് എൻഡ് ഉപയോഗിച്ചപ്പോൾ അത് ഈ സൈഡിലേക്കാണ് വന്നത്. അത് നോർമൽ ഫ്ലോ. ഇതിപ്പോൾ ലേ ഔട്ട് റിവേഴ്സ് ആയല്ലോ. റിവേഴ്സ് ആയപ്പോൾ എന്ത് പറ്റി? ഫ്ലെക്സ് എൻഡ് എന്നുള്ളത് സ്റ്റാർട്ടിലേക്കായി മാറി. അപ്പോൾ ഇതോടെ നമ്മൾ ഫ്ലെക്സ് ഫ്രോഗിയുടെ പാർട്ട് 1 ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ബാക്കി ലെവൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ യൂട്യൂബിൽ നിന്ന് കാണുന്ന വെച്ചാൽ ഇത് നമ്മുടെ പെയ്ഡ് കോഴ്സിലത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് HTML CSS കുറിച്ചിട്ടൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ debugmedia.co എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ എഫേർട്ട് ഇടേണ്ടി വരും. കുറേ ടാസ്കുകൾ ഉണ്ടാവും, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഓരോ ആൾക്കാരും നല്ലൊരു എഞ്ചിനീയറായി മാറണം എന്നാണ് നമ്മളുടെ ഗോൾ. കാരണം AIs ഒക്കെ വരുന്ന കാലമാണ് ഇനി മുതൽ. അതുകൊണ്ട് നമ്മൾ AIസിന് മുന്നിലൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് അത്രയും നോളജ് ഉണ്ടാവണം, നമുക്ക് ഫണ്ടമെന്റൽസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ഇനി നിങ്ങൾക്ക് കോഴ്സ് മേടിക്കണമെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ ഫ്ലെക്സ് ബോക്സിന്റെ വീഡിയോസ് ഉണ്ട്, CSSന്റെ വീഡിയോസ് ഉണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടിഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.